السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله ما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم صل على سيدنا മുഹമ്മദ് وعلى آل سيدنا ومولانا മുഹമ്മദ്. പ്രിയപ്പെട്ട KSCRലെ ഉസ്താദുമാരെ, സാദാത്യങ്ങളെ, സുഹൃത്തുക്കളെ, റേഡിയോയിലൂടെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരിക്കൽ കൂടി ഇങ്ങനെയുള്ള ഈ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടി നമുക്ക് സാധിച്ചു. അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടലും ഈ പിരിയലും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാനുള്ള ഒരു കാരണമായി ഈ ഒരുമിച്ച് കൂടലൊക്കെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് കഥ പറയുന്ന കഅബാലയം എന്ന നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. പരിശുദ്ധ കഅബാലയത്തെ കുറിച്ച്, കഅബാലയത്തിന്റെ നാൾവഴിക്കുള്ള അല്ലെങ്കിൽ തുടർന്ന് വരുന്ന ഓരോ കാലഘട്ടങ്ങളിലും കഅബാലയത്തിന് സംഭവിച്ചുകൊണ്ടിരുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇതുവരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തു. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ചർച്ച ചെയ്ത വിഷയം മുആവിയ റളിയല്ലാഹു അൻഹുവിന് ശേഷം സംഭവിച്ച ചെറിയ കാര്യങ്ങളെ കുറിച്ചുള്ള ചെറിയ ഒരു വിവരണമാണ്. മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടതിന് ശേഷം ഇസ്ലാമിക ഖലീഫയായി അധികാരത്തിലെത്തിയത് യസീദ് ആയിരുന്നു. മദീനയുടെ അധികാരം കൈകൊണ്ടിരുന്ന ഹസൻ റളിയല്ലാഹു അൻഹു, ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു എന്നിവരോട് യസീദ് റളിയല്ലാഹു അൻഹുവിനോട് യസീദിനോട് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി ആജ്ഞാപിക്കുകയും അവരാ ആജ്ഞ മനസ്സിലാക്കാതെ ഉൾക്കൊള്ളാതെ മക്കയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. മക്കയിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം മദീനയിൽ കിട്ടാത്ത സുരക്ഷിതത്വവും മറ്റു കാര്യങ്ങളും മക്കയിൽ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയായിരുന്നു അവര് മക്കയിലേക്ക് എത്തിയത്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു മക്കയിലെ കഅബാലയത്തിന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നിട്ട് കഅബാലയത്തില് ഒരുപാട് കാലം ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് സുജൂദ് ചെയ്തുകൊണ്ട് അള്ളാഹുവിന് ആരാധിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ്. ആ സമയത്ത് കഅബാലയത്തിലേക്ക് വന്ന ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ യസീദ് ഒരു പ്രത്യേക സേനയെ അയച്ചുകൊണ്ട്, ഹുസൈൻ ഇബ്നു സുബൈറിന്റെ നേതൃത്വത്തിൽ മക്കയിലേക്ക് ഒരു പ്രത്യേക സൈന്യത്തെ അയച്ചുകൊണ്ട് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെയും അനുയായികളെയും അവിടെ നേരിടുകയും കഅബാലയത്തിന് നേരെ അവർ ശക്തമായി ആക്രമണം നടത്തുകയും കഅബാലയത്തിന് അകത്ത് അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്തൊക്കെ ശക്തമായ സംഘട്ടനങ്ങൾ നടക്കുകയും ചെയ്യുക. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് ആ സമയത്ത് കഅബാലയത്തിന് വലിയ ഒരു തീപിടുത്തം സംഭവിച്ചു എന്നുള്ളത് ചർച്ച ചെയ്യുകയുണ്ടായി. കഅബാലയത്തിലേക്ക് ചുറ്റുമുള്ള മലകളിൽ നിന്ന് തീ എറിഞ്ഞു എന്നും, ഇനി അതല്ല അവരുടെ കൈകളിലുണ്ടായ തീപ്പന്തം ഉപയോഗിച്ചുകൊണ്ട് കഅബാലയത്തിനടുത്തേക്ക് വന്നിട്ട് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പുറത്ത് ചാടിക്കാൻ വേണ്ടി കഅബാലയത്തിന് പുറത്ത് തീപ്പന്തങ്ങൾ സ്ഥാപിക്കുകയും അതിൽ നിന്ന് തീ പിടിച്ചുകൊണ്ട് കഅബാലയത്തിന് തീ പിടിച്ചു എന്നും ഇങ്ങനെ പല രൂപത്തിലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഏതായാലും ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിന്റെ ആ സമയത്തുള്ള ചരിത്രം നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ ഏറെ കഅബാലയത്തിന് ആ സമയത്ത് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്.
ഇങ്ങനെ സൈന്യം ശക്തമായി നേരിട്ടു. അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന് അവിടെ നിന്ന് പിന്മാറേണ്ടി വന്നു, അല്ലെങ്കിൽ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു. യസീദിന്റെ സൈന്യത്തിന്, ഒന്നാം ഘട്ടമായിട്ട് അയച്ച ആ സൈന്യത്തിന് മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നു. കഅബാലയത്തിന്റെയൊക്കെ സംരക്ഷണം, അല്ലെങ്കിൽ മക്കയുടെ സംരക്ഷണം യസീദിന്റെ സൈന്യം തന്നെ ഏറ്റെടുത്തു. ആ സമയത്താണ് യസീദ് ബിൻ മുആവിയ മരണപ്പെടുന്നത്. മരണപ്പെട്ട ആ സമയത്ത് അവര് കഅബാലയത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അവര് തിരിച്ചു പോവുകയാണ്. ഇങ്ങനെ സൈന്യം തിരിച്ചു പോയപ്പോ കഅബാലയത്തിന്റെ പുനർനിർമ്മാണത്തെ കുറിച്ച് അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ്. പുനർനിർമ്മാണത്തെ കുറിച്ച് ആലോചിക്കുന്ന ആ സമയത്ത്, ഒരേ സമയത്ത് ഗുണവും ദോഷവുമാണ് ആ ശത്രുക്കളുടെ ആക്രമണം കൊണ്ട് അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും ഉണ്ടായിട്ടുള്ള നേട്ടം. അതായത് കഅബാലയം പൊളിക്കേണ്ട ഒരു അവസ്ഥ, പൂർണ്ണമായിട്ടും പൊളിച്ച് പുനർനിർമ്മിക്കേണ്ട ഒരവസ്ഥ അവിടെ സംജാതമാവുകയാണ്. മുമ്പത്തെ കാലഘട്ടങ്ങളിലൊക്കെ, അതിന് തൊട്ട് മുമ്പൊക്കെ ഖുറൈശികൾ കഅബാലയം പൊളിച്ചത്, കഅബാലയം വീണ്ടും പൊളിച്ച് പുനർനിർമ്മിക്കാനുണ്ടായ കാരണം കഅബാലയത്തിന്റെ അങ്ങേ അറ്റത്തെ ശോച്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ്. കാരണം കഅബാലയത്തിന് കാലങ്ങളായി വന്നുകൊണ്ടിരുന്ന, മറ്റാരും പുറത്തു നിന്നുള്ള ഒരാളും ഏൽപ്പിക്കാത്ത രൂപത്തിൽ കഅബാലയം സ്വയം നശിച്ച് അതിന്റെ ചുമരുകളുടെ കല്ലുകളൊക്കെ ഇളകി പൊടിഞ്ഞു വീണ ആ ഒരു ഘട്ടത്തിലാണ് ഖുറൈശികള് കഅബാലയം പുനർനിർമ്മിക്കാൻ വേണ്ടി തയ്യാറാവുന്നത്. നേരെ മറിച്ച് ഇവിടെ ഇപ്പോൾ പുനർനിർമ്മിക്കേണ്ട ഒരു ആവശ്യം വരുന്നത് കഅബാലയത്തിന് അക്രമികളിൽ നിന്നും ഉണ്ടായ കേടുപാടുകൾ പരിഹരിക്കാൻ വേണ്ടിയുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കഅബാലയം പൊളിച്ച ആ ഒരു വിഭാഗത്തോട് അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങൾക്ക്, ഹിജാസിന്റെ ഭാഗത്തുണ്ടായിരുന്ന മുസ്ലിമീങ്ങൾക്ക് ശക്തമായ വിദ്വേഷം ഉണ്ടാവുകയും അവരോട് ദേഷ്യം കൂടുകയും ചെയ്ത ഒരവസ്ഥയാണ് അവിടെ നിന്നുണ്ടാകുന്നത്. അവരെല്ലാവരും ഈ ഒരു കാരണം കൊണ്ട് തന്നെ അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ അനുയായികളാവുകയും അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുകയും ചെയ്തു. അപ്പൊ ഇനി കഅബാലയം പുനർനിർമ്മിക്കാൻ വേണ്ടി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പൂർണ്ണമായിട്ട് പൊളിച്ചു നിർമ്മിക്കണോ, ഇനി അതല്ല അല്പഭാഗങ്ങള്, പൊളിഞ്ഞ ഭാഗങ്ങൾ മാത്രം നന്നാക്കിയാൽ മതിയോ എന്നുള്ള കാര്യത്തിൽ ആളുകളുമായി ഒരു കൂടിയാലോചന, ഒരു മുഷാവറ നടത്തുകയും മുഷാവറയുടെ അടിസ്ഥാനത്തിൽ അത് പൂർണ്ണമായിട്ട് കഅബാലയം പൊളിച്ചു കളയാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. അവിടെ നിന്ന് അദ്ദേഹം ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് കഅബാലയത്തിന്റെ വാതിൽ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് ഭിന്നമായി, ഖുറൈശികൾ നിർമ്മിച്ചതിൽ നിന്ന് ഭിന്നമായി കഅബാലയത്തിന്റെ വാതിൽ ഭൂമിയോട് ചേർത്തുകൊണ്ട് നിർമ്മിച്ചു. ഒരു പുറമെ ഒരു വാതില്, പുതുതായിട്ട് ഒരു വാതിൽ വെച്ചു. ഒരു ഭാഗത്തു കൂടി കയറാനും മറ്റൊരു ഭാഗത്തു കൂടി ഇറങ്ങാനും വേണ്ടിയിട്ടുള്ള വാതിലുകൾ അതിന് വെച്ചു. ഖുറൈശികൾ ഉയർത്തിയതിനേക്കാൾ 9 മുഴം കൂടുതൽ ഉയരം വെച്ചിട്ട് കഅബാലയത്തിന്റെ പൂർണ്ണമായ ഉയരം 27 മുഴമാക്കിയിട്ട് മാറ്റി. ഖുറൈശികളും പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത്, അതായത് 35-ാമത്തെ വയസ്സിൽ ഖുറൈശികൾ കഅബാലയം പുനർനിർമ്മിക്കുന്ന ആ സമയത്ത് കഅബാലയത്തിന് അത്ര ഉയരമുണ്ടായിരിക്കണം എന്ന് അവർ ആഗ്രഹിച്ചിരുന്നു എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞ അടിസ്ഥാനത്തിൽ عن عائشة رضي الله عنها قال صلى الله عليه وسلم ألم ترى أن قومك قصرت بهم النفقة حين بنوا الكعبة فاقتصروا على قواعد إبراهيم ثم قال لولا حدثنا قومك بالجاهلية لهدمتها وجعلت لها خلفا وسقفا وألصقت بابها بالأرض وأدخلت فيها الحجر. وقال ابن الزبير فليس بنا عجز عن النفقة എന്നാണ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അതിനെക്കുറിച്ച്. ആയിഷ റളിയല്ലാഹു അൻഹു പറയാണ്, കഅബാലയം ഖുറൈശികൾ പുനർനിർമ്മിക്കുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ വലിയ ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് തന്നെ കഅബാലയം അവരുദ്ദേശിച്ച രൂപത്തിൽ ഉയർത്താനോ മറ്റുമൊന്നും അവർക്ക് സാധിച്ചില്ല.
അതുകൊണ്ടാണ് അവരന്ന് കഅബാലയം ആ രൂപത്തിൽ അത്ര എടുത്ത് അവിടെ മതിയാക്കിയത് എന്ന്. അപ്പൊ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖാല ഇബ്നു സുബൈർ ഫലൈസ ബിനാ അജ്ൻ അൻ നഫഖ, നമുക്ക് ചെലവിന്റെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ലല്ലോ. അൽഹംദുലില്ലാഹ് നമുക്ക് സമ്പത്തുണ്ട്. ഖുറൈശികള് വളരെ ഭംഗിയായിട്ട് കഅബാലയത്തിന്റെ പുനർനിർമ്മാണം നടത്തിയത് അവര് ജാഹിലിയ കാലഘട്ടത്തിൽ ഇലാഹി വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ പോലും അവരൊക്കെ നമുക്ക് മുമ്പിലൊക്കെ കാണിച്ചു തരുന്ന ഒരു വലിയ ഒരു മാതൃകയുണ്ട്. അള്ളാഹുവിന്റെ ഭൂമി, അള്ളാഹുവിന് വേണ്ടി ഒരു കെട്ടിടം പണിയുമ്പോൾ, പ്രത്യേകിച്ച് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനുള്ള ഒരു ആരാധനാലയം പണിയുന്ന സമയത്ത് അത് പൂർണ്ണമായും ഹലാലായ പണം കൊണ്ടായിരിക്കണം. അതിലൊരിക്കൽ പോലും ഒരാളെ ഒരു ശുബഹത്ത് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു മുതൽ പോലും അതിൽ കലരാൻ പാടില്ല എന്ന ഒരു നിർബന്ധ ബുദ്ധി ഖുറൈശികൾ സ്വീകരിച്ചത് ഒരു നല്ലൊരു മഹിതമായ മാതൃകയാക്കിയിട്ട് നമ്മളും ഉൾക്കൊള്ളേണ്ടതാണ്. അള്ളാഹുവിന്റെ ഭൂമി വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഹലാലല്ലാത്ത രൂപത്തിലുള്ള പണം അതിലേക്ക് ചേർത്തിട്ട് അതിനെ മോശമാക്കുന്ന ഒരവസ്ഥ നമ്മളൊക്കെ ഇപ്പൊ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. ഖുറൈശികളുടെ ഈ ഒരു മാതൃകയെങ്കിലും നമുക്ക് അനുധാവനം ചെയ്യേണ്ട ഒരവസ്ഥയിലേക്കൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട് എന്നാണ് സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. ഏതായാലും ഇസ്ലാമിക ലോകത്ത് അങ്ങനെ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു വളരെ ഭംഗിയായി കഅബാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ അവസാനിപ്പിച്ചു. അവർക്ക് സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നമില്ല. ഒരുപാട് സമ്പത്ത് അതിനുവേണ്ടി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ചെലവഴിച്ചിട്ടുണ്ട്. ഇസ്ലാമിക ലോകത്ത് ഇബ്നു സുബൈറിന്റെ പ്രവർത്തനം വളരെ അധികം വ്യാപിച്ചു. അത് മാത്രമല്ല, അമവിയ ഭരണകൂടത്തോട് എതിർക്കുന്നവരെ ഒരുമിച്ച് കൂട്ടുന്നതിൽ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു വിജയിക്കുകയും അമവിയ ഖലീഫയായിരുന്ന മർവാൻ ഇബ്നുൽ ഹക്കമിൽ നിന്ന് ആ സമയത്ത് മിസ്ർ, ഹിജാസ് തുടങ്ങിയ സ്ഥലങ്ങളുടെയൊക്കെ അധികാരം ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ആയിരുന്നു. ഹിജാസിന്റെ ഖലീഫയായി അല്ലെങ്കിൽ ഹിജാസിന്റെ ഭരണാധികാരിയായി നേരത്തെ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്താണ് അമവിയ ഖലീഫകളിൽപ്പെട്ട മർവാൻ ഇബ്നുൽ ഹക്കം ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്നും മിസ്റിനെ മോചിപ്പിക്കുന്നതും അതുപോലെ ഇറാഖ് പിടിക്കാനും ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ വകവരുത്താനും വേണ്ടി മർവാൻ ഇബ്നുൽ ഹക്കമിന്റെ മകൻ അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന ആൾക്ക് അത് കഴിഞ്ഞു. അതായത് അബ്ദുൽ മലിക് ബിൻ മർവാനാണ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ വധവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ നടത്തുന്നത്. കാരണം അന്നത്തെ അമവിയ ഖലീഫമാരെ സംബന്ധിച്ചിടത്തോളം മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഹജ്ജാജ് ബിൻ യൂസഫ് കടന്നു വരുന്നത് ആ ഒരു ഘട്ടത്തിലാണ്. ഹജ്ജാജ് ബിൻ യൂസഫിന്റെ തണലിൽ ഹജ്ജാജ് ബിൻ യൂസഫ് സുബൈർ റളിയല്ലാഹു അൻഹുമായി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുമായി ശക്തമായ സംഘട്ടനം തുടങ്ങുകയും അതേപോലെ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ സഹായികളായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അദ്ദേഹത്തെ അനുകൂലിച്ചു കൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ അനുകൂലികളായ അനുയായികളെ മനസ്സിൽ ശക്തമായ ഭീതി വിതച്ചുകൊണ്ട് ഹജ്ജാജ് ബിൻ യൂസഫ് മക്കയിലേക്ക് അല്ലെങ്കിൽ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്തേക്ക് കടന്നു വരികയാണ്. അവർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഹജ്ജാജ് ബിൻ യൂസഫിന്റെ അടുത്തേക്ക് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഒരു ദൂതനെ അയച്ചുവെങ്കിലും ആ ദൂതനെ വരെ ഹജ്ജാജ് ബിൻ യൂസഫ് കൊല്ലുകയാണ് ചെയ്തത്. അതേപോലെ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കുതിര നശിപ്പിക്കപ്പെടുകയും കുതിരയെയും ഈ ദൂതനെയും കൊന്നുകളയുന്ന ഒരു ഘട്ടം ഹജ്ജാജ് ബിൻ യൂസഫ് അവിടുന്ന് ചെയ്യുകയുണ്ടായി. അങ്ങനെ ഹജ്ജാജ് ബിൻ യൂസഫ് ഈ സമയത്ത് സുബൈർ റളിയല്ലാഹു അൻഹുവിനെ എതിർക്കാൻ വേണ്ടി ശക്തമായി പോരാടി. ഹജ്ജാജ് ബിൻ യൂസഫ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ബലഹീനതയെ കുറിച്ച് മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ നേരെ അടുക്കുകയും അബ്ദുൽ മലിക് ബിൻ മർവാൻ ഹജ്ജാജ് ബിൻ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുമായി യുദ്ധത്തിനുള്ള അനുവാദം നൽകുകയും ചെയ്തു.
അതേപോലെ കത്ത് കിട്ടാൻ യുദ്ധത്തിനുള്ള അനുവാദവുമായിട്ട് ഹജ്ജാജ് ബിൻ യൂസഫ് അബ്ദുൽ മലിക് ബിൻ മർവാനെ കത്തയച്ചു. അങ്ങനെ കത്ത് കിട്ടിയ അബ്ദുൽ മലിക് ബിൻ മർവാന് കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ സന്തോഷിക്കുകയും താരീഖ് ബിനു അമ്രിനോട് ഹജ്ജാജ് ബിൻ യൂസഫിന്റെ കൂടെ ചേരാൻ വേണ്ടി നിർദ്ദേശം നൽകുകയും ചെയ്തു. ഏകദേശം 5000-ഓളം വരുന്ന ഒരു സൈന്യവുമായിട്ടാണ് ഈ താരീഖ് ബിനു അമ്ര ഹജ്ജാജ് ബിൻ യൂസഫിന്റെ കൂടെ ചേരുന്നത്. ഹജ്ജാജിന്റെ കൂടെ ഉണ്ടായിരുന്ന സൈന്യങ്ങൾ വേറെയും താരീഖിന്റെ കൂടെ ഉണ്ടായിരുന്ന 5000-ഓളം വരുന്ന സൈന്യങ്ങളും, ഇങ്ങനെ ഈ രണ്ട് സൈന്യങ്ങളും മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ ശക്തമായ ഒരു പുറപ്പാടുമായി എത്തിച്ചേരുകയാണ്. ഹിജ്റ 72 ഒരു ദുൽഖഅദ് മാസത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ആ സമയത്ത് ദുൽഖഅദ് ആവുമ്പോൾ ഹജ്ജിന് വേണ്ടിയിട്ട് മുസ്ലിമീങ്ങളൊക്കെ തയ്യാറാവുന്ന ഒരു സമയമായിരുന്നു അത്. ഈ സമയത്ത് ഹജ്ജാജ് ബിൻ യൂസഫും അതേപോലെ താരീഖ് ബിൻ അമ്രും ഒക്കെ അവിടെ ബിർ മയൂനിൽ തമ്പടിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരുങ്ങി. ആദ്യം കാബാലയത്തിന്റെ അടുത്തേക്ക് അവര് ആക്രമിക്കാൻ വേണ്ടി വരികയാണ് എങ്കിൽ പോലും ഹജ്ജിന് വേണ്ടി അവരവിടെ ഒരുമിച്ച് കൂടുകയും ഹജ്ജിന് ഒരുങ്ങുകയും ചെയ്തു. പക്ഷെ ഹജ്ജിന് ഒരുങ്ങി എന്നുള്ളതല്ലാതെ നേരെ കാബാലയത്തിനടുത്തേക്ക് വന്നിട്ട് തവാഫും സഅയും ചെയ്യാൻ ഇബ്നു സുബൈറിന്റെ സൈന്യം അവരെ അനുവദിച്ചില്ല. കാരണം അതിനേക്കാളേറെ പ്രത്യേകമുള്ള ഒരു കാരണം, ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ അനുകൂലിക്കുന്ന ആളുകളെ ഹജ്ജുമായി ബന്ധപ്പെട്ട് മറ്റ് അമലുകൾ ചെയ്യാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുയായികളായ ആളുകളെ മക്കയിലേക്ക് കടത്തിവിടാനോ ഈ സമയത്ത് ഹജ്ജാജ് ബിൻ യൂസഫ് തയ്യാറാവാത്തതിന്റെ പ്രതികാരമായിട്ടാണ് അവർക്ക് തവാഫും സഅയും ചെയ്യാനുള്ള ഒരവസരം ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ അനുയായികൾ നീക്കുന്നത്, ഒരു തടസ്സം അവർ നിൽക്കുന്നത്. അങ്ങനെ ഹജ്ജിന്റെ ദിവസങ്ങൾ അടുത്തപ്പോ വല്ലാത്ത ഒരു സങ്കീർണമായ ഒരു അവസ്ഥയാണ് ഹിജ്റ 72 ആ ഒരു വർഷത്തെ ഹജ്ജിന് സംഭവിക്കുന്നത്. കാരണം പുറത്തുനിന്ന് വരുന്ന ആളുകളെ ഹജ്ജ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. അത് മാത്രമല്ല, കഅബാലയത്തിന്റെ പരിസരത്ത് മസ്ജിദുൽ ഹറാമിന്റെ അടുത്തും അവിടെയൊക്കെ ആയിട്ട് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ അനുയായികളായ ആളുകളെയൊക്കെ കഅബാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഹജ്ജിന്റെ മറ്റ് അമലുകൾ ചെയ്യാനുള്ള മിനയിൽ താമസിക്കുക, മുസ്ദലിഫയിൽ രാപ്പാർക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ നിന്നും ഇവർ തടയും എന്നുള്ള ഒരു ശക്തമായ ഭീതിയും ആ സമയത്ത് തന്നെ കഅബാലയത്തിന്റെ നേരെ കല്ലുകൾ എടുത്തെറിയാൻ തുടങ്ങി ഹജ്ജാജ് ബിൻ യൂസഫ്. കല്ലുകൾ എടുത്തെറിഞ്ഞിട്ട് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അപ്പോൾ നിർമ്മാണം കഴിഞ്ഞ ഉടനെയുള്ള കഅബാലയമാണ്. ജനങ്ങള് കല്ലുകൾ എടുത്തെറിഞ്ഞിട്ട് കഅബാലയം പൊളിക്കുകയാണ്. ചുറ്റുമുള്ള മലമുകളിൽ കയറി നിന്നുകൊണ്ട് ഹജ്ജാജ് ബിൻ യൂസഫും മറ്റും കല്ലെടുത്തെറിയുകയും കഅബാലയം പൊളിക്കുകയും ചെയ്തു. ഈ സമയത്താണ് അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജാജ് ബിൻ യൂസഫിന്റെ അടുത്തേക്ക് ഒരു ദൂതനെ അയക്കുകയും എന്നിട്ട് ഹജ്ജാജിനോട് ഈ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി ഹജ്ജാജ് ബിൻ യൂസഫിനോട് അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറയുകയും ചെയ്യുന്നത്, ഇത്തഖില്ലാഹ് വഖ്ഫി ഹാദിഹിൽ ഹിജാറത്തി അനിന്നാസ് ഫഇന്നക ഫീ ശഹരിൻ ഹറാമിൻ വബലദിൻ ഹറാമിൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദൂതൻ മുഖാന്തരം ഹജ്ജാജ് ബിൻ യൂസഫുമായിട്ട് ഒരു ഐക്യമുണ്ടാക്കുകയാണ്. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും നിങ്ങൾ അള്ളാഹുവിന്റെ പവിത്രമായ ഒരു മാസത്തിലും പവിത്രമായ ഒരു നാട്ടിലുമാണ് നിലകൊള്ളുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഈ ഹജ്ജിന്റെ സമയത്തെങ്കിലും അല്പം പിന്മാറണം എന്ന് അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് സൂചിപ്പിച്ചു. അങ്ങനെ ആ ഒരു നിർദ്ദേശാനുസരണം ഹജ്ജ് കഴിയുന്നത് വരെ ഹജ്ജാജ് ബിൻ യൂസഫ് കാത്തുന്നു. ഹജ്ജ് കഴിഞ്ഞപ്പോ ഹാജിമാരോട് പെട്ടെന്ന് മടങ്ങിപ്പോവാൻ വേണ്ടി ഹജ്ജാജ് ബിൻ യൂസഫ് നിർദ്ദേശം നൽകി. എന്നിട്ട് പിന്നെയും ഹജ്ജാജ്
കല്ലെടുത്തുകൊണ്ട് കാബാലയത്തിലേക്ക് എറിയാൻ തുടങ്ങി. ആ സമയത്ത് കാബാലയത്തിലേക്ക് എറിഞ്ഞ് നല്ല ചൂടുള്ള ഉഷ്ണകാലമായിരുന്നു. ആ സമയത്ത് കല്ലേറ് തുടങ്ങിയപ്പോ പെട്ടെന്ന് ആകാശം മേഘാവൃതമാവുകയും ശക്തമായ ഇടിയും മിന്നലും എറിയും ഇടിവെട്ടുകയും വലിയ കാറ്റടിക്കുകയും ആകാശത്ത് എന്തോ ഒരു അള്ളാഹുവിന്റെ ഒരു കോപമുള്ള ഒരു രൂപത്തിൽ, അള്ളാഹുവിന്റെ കോപം പ്രത്യക്ഷപ്പെടുന്ന ഒരു രൂപത്തിൽ ശക്തമായ ഒരു അടയാളം അവിടെ കാണുകയും വലിയ മഴ പെയ്യുകയും ജനങ്ങൾക്ക്, അന്ന് ഹജ്ജാജ് ബിൻ യൂസഫിന്റെ ഒക്കെ കൂട്ടത്തിലുണ്ടായിരുന്ന സൈന്യങ്ങൾക്ക് ഒരുപാട് കഷ്ടനഷ്ടങ്ങളൊക്കെ സംഭവിക്കുകയും പെട്ടെന്ന് ചെയ്യുകയും ഒരുപാട് സൈന്യങ്ങൾ മരിച്ചു പോവുകയാണ്. ഇത് കണ്ടപ്പോ ഷാമിന്റെ ഭാഗത്തു നിന്ന് വന്ന ആ ഒരു സൈന്യം, ഹജ്ജാജ് ബിൻ യൂസഫിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന സൈന്യങ്ങൾ പലരും പേടിക്കുകയും പലരും പേടിച്ചുകൊണ്ട് പിന്മാറാനും തുടങ്ങി. ഈ സമയത്ത് ഹജ്ജാജ് ബിൻ യൂസഫ് കല്ലെറിയല് അവിടെ അല്പം നിർത്തിവെച്ചു. സൈന്യം എല്ലാവരും പിന്തിരിഞ്ഞ് പേടിച്ചോടുകുമോ എന്ന് ഹജ്ജാജ് ബിൻ യൂസഫ് ഭയപ്പെട്ടു. അവർക്ക് ധൈര്യം കൊടുത്തു, പക്ഷെ അവര് വഴങ്ങിയില്ല. ഭീഷണിപ്പെടുത്തി, എന്നിട്ടും അവര് വഴങ്ങിയില്ല. ഈ സമയത്ത് ഹജ്ജാജ് ബിൻ യൂസഫ് മഴ അല്പം ഒന്ന് താമസിച്ചപ്പോ സ്വന്തം തന്നെ കല്ലെടുത്തെറിയുകയും എന്നിട്ട് കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ, അവരുടെ സൈന്യത്തിന്റെ നേരെ കല്ലെറിയുകയും ആ കല്ലേറിന്റെ കാരണത്താൽ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് സൈന്യങ്ങള് മരിക്കുകയും ചെയ്തു. കല്ലേറ് വർദ്ധിച്ചു, ശക്തമായിട്ട് കല്ലെറിയാൻ തുടങ്ങി, കൂടുതൽ ആളുകൾ മരിക്കാൻ തുടങ്ങി. കാരണം ഈ കല്ലേറ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കാബാലയത്തിന്റെ ചുറ്റുഭാഗത്തുമുള്ള മലമുകളിൽ കയറിയിട്ട് കാബയിലേക്ക് വലിയ വലിയ കരിങ്കൽ ചീളുകൾ അല്ലെങ്കിൽ കരിങ്കല്ലുകൾ ഉരുട്ടിവിടാനും മറ്റുമൊക്കെ വളരെ എളുപ്പമുള്ള ഒരു രൂപത്തിലാണ് പരിശുദ്ധ കാബാലയം സ്ഥിതി ചെയ്യുന്നത്. കാരണം കാബാലയത്തിന്റെ ചുറ്റുഭാഗത്തും ഒരു ഭാഗത്ത് ജബൽ കാബയും, ഒരു ഭാഗത്ത് ജബൽ സഫയും, ഒരു ഭാഗത്ത് ജബൽ അബൂ കുബൈസും, ഒരു ഭാഗത്ത് ജബൽ ഹിന്ദും, ഇങ്ങനെ പല രൂപത്തിലുള്ള മലകൾ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് പരിശുദ്ധമായ കാബാലയം. കാബാലയത്തിന്റെ ചുറ്റുഭാഗത്തുമുള്ള മലമുകളിൽ കയറി നിന്നുകൊണ്ട് കാബാലയത്തെ ആക്രമിക്കുക എന്നുള്ളത് ഒരു ശത്രു വിഭാഗത്തിന് ഏറ്റവും, പ്രത്യേകിച്ച് സർവായുധ സജ്ജരായ ഒരു വിഭാഗത്തിന് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ്. കാബാലയത്തിന് അകത്ത് അവിടെ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത് നിന്ന് ഒരു സംഘട്ടനം ഒഴിവാക്കി എന്ന ഒരു ന്യായം ഉണ്ടാക്കാൻ വേണ്ടിയാണ് തീർച്ചയായും ഈ ഹജ്ജാജ് ബിൻ യൂസഫ് ഈ രൂപത്തിലുള്ള ഒരു പ്രവൃത്തി അവിടെ ചെയ്യാൻ കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒരുപാട് ആളുകൾ മരിച്ചു. അപ്പൊ ഇങ്ങനെ കാബാലയത്തിന്റെ നേരെ കല്ലേറും മറ്റുമൊക്കെ വരുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവർ ഒഴിഞ്ഞു പോയിക്കൊള്ളും എന്ന ഒരു ഉദ്ദേശമായിരുന്നു അവര് അങ്ങനെ ചിന്തിച്ചിരുന്നത്, അങ്ങനെ ചെയ്തിരുന്നത്. ഇങ്ങനെ ഒരുപാട് കല്ലേറുകളൊക്കെ സഹിക്കാൻ കഴിയാതെ ആയപ്പോൾ പിന്നെ അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന പല അനുയായികളും അവരൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങി. ഇങ്ങനെ നമ്മൾ ഇനിയും ഇവിടെ തന്നെ നിൽക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളും മരിക്കും. കാരണം നമ്മളെ മരണം കണ്ടതിന് ശേഷം മാത്രമേ ഈ ഹജ്ജാജ് ഈ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്നൊക്കെ അവർ മനസ്സിലാക്കുകയും ഹജ്ജാജിന്റെ അടുത്തേക്ക് മടങ്ങുകയും ചില ആളുകൾ ഖേദം പ്രകടിപ്പിക്കുകയും ചില ആളുകൾ മാപ്പപേക്ഷിക്കുകയും അവന്റെ സൈന്യത്തിലേക്ക് ചേരുകയും ചെയ്തു. ഇങ്ങനെ ഹജ്ജാജിന്റെ അടുത്തേക്കൊക്കെ പോയി എണ്ണം കൂടുതലുള്ള ഹജ്ജാജിന്റെ സൈന്യം എല്ലാ വാതിലിലൂടെയും കാബാലയത്തിന്റെ നേരെ ആക്രമണം നടത്തുകയും അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ കീഴ്പ്പെടുത്തുകയും കൂടെയുള്ളവർ പലരും പല വഴിക്കായി മാറി. ചിലര് ഓടി രക്ഷപ്പെട്ടു, ചില ആളുകളെ പിടിച്ചു കെട്ടി. ഇങ്ങനെയൊക്കെയുള്ള സംഭവം യഥാർത്ഥത്തിൽ ഹജ്ജാജ് ബിൻ യൂസഫ് ആഗ്രഹിച്ചതും ഇങ്ങനെ തന്നെയാണ്. അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ശക്തി കുറക്കുകയും എന്നിട്ട് അവരുടെ കൂട്ടത്തിലുള്ള ആളുകളെ വധിക്കുകയും അങ്ങനെ അവരുടെ ഇടയിൽ മനസ്സിൽ പേടി ഉണ്ടാക്കുകയും ചെയ്താൽ തീർച്ചയായും കാബാലയത്തിന് മറ്റൊരു രക്തച്ചൊരിച്ചിൽ ഇല്ലാതെ, അല്ലെങ്കിൽ കാബാലയത്ത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഒരു സംഘട്ടനം ഇല്ലാതെ അവരെ കടത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ള ഒരു വളരെ തന്ത്രപൂർവമുള്ള ഒരു നിലപാടാണ് ഹജ്ജാജ് അവിടെ സ്വീകരിച്ചിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എല്ലാം നടപ്പിലാവുകയും ഹിജ്റ 73 ജമാദുൽ ഊല 14 ഈ കാണുന്ന രൂപത്തിലുള്ള അക്രമങ്ങളൊക്കെ ഉണ്ടായപ്പോൾ
കഅബാലയം പൂർണ്ണമായിട്ട് തകർന്ന് തരിപ്പണമായ ഒരവസ്ഥയാണ് ആ സമയത്ത് അവിടെ സംഭവിക്കുന്നത്. എല്ലാ ഭാഗത്തും കല്ലുകൊണ്ടുള്ള ഏറും മറ്റുമൊക്കെ കൊണ്ടിട്ട് ഈ ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ ഈ ഒരു ആക്രമണത്തിന്റെ പകരമായി അവിടെ നശിച്ചുപോയി കഅബാലയം പൂർണ്ണമായിട്ട്. അന്നത്തെ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അല്പം മുമ്പ് നിർമ്മിച്ച ആ ഒരു കഅബാലയമാണ് ഇങ്ങനെ പൂർണ്ണമായിട്ടും നശിക്കുന്നത്. ആ സമയത്ത് പിന്നെ ഹജ്ജാജിന്റെ കൈകളിലായി കഅബാലയത്തിന്റെ അധികാരം. ഹജ്ജാജ് വെറും അമീർ മാത്രമാണ്. അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്ന പിന്നെ അദ്ദേഹത്തിന്റെ ഖലീഫയുടെ കീഴിലുള്ള മർവാൻ ബിൻ ഹക്കമിന്റെ കീഴിലുണ്ടായിരുന്ന ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ കൈകളിലായി കഅബാലയത്തിന്റെ മുഴുവൻ അധികാരവും. അങ്ങനെ അദ്ദേഹത്തിന് ഖലീഫയുടെ ആജ്ഞ പ്രകാരം കഅബാലയം ഹജ്ജാജ് ബിൻ യൂസുഫ് പിന്നീട് പുനർനിർമ്മിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. ഭരണം മർവാന്റെ കൈകളിൽ കിട്ടിയപ്പോൾ അബൂ ഖുബൈബിന്റെ ഒരു നിർമ്മാണവും അവിടെ പിന്നെ കഅബാലയത്തിൽ വേണ്ടി വന്നു. അവര് പുനർനിർമ്മിച്ച സമയത്ത് നേരത്തെ ഖുറൈശികൾ എങ്ങനെയാണോ കഅബാലയം പുനർനിർമ്മിച്ചത് ആ രൂപത്തിലേക്കുള്ള ഒരു മാറ്റമാണ് അവർ കൊണ്ടുവരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്നത് പോലെ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ നിന്ന് കൽപ്പിക്കുകയും അവർ അന്ന് നിർമ്മിച്ച ആ ഒരു ഉയരം ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു നടപ്പിൽ വരുത്തിയ ആ 27 മുഴം എന്നുള്ള ആ ഒരു ഉയരം മാറ്റം വരുത്താതെ പിന്നെ നബിയുടെ കാലത്ത് ഉണ്ടായിരുന്നത് പോലെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവര് പിന്നെ തീരുമാനിക്കുകയും അങ്ങനെ കഅബാലയത്തില് പിന്നെ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു വാതില് താഴെ ആക്കി വെച്ചത് നബിയുടെ കാലത്ത് ഖുറൈശികൾ ചെയ്തതുപോലെ വാതിൽ ഉയർത്തി വെക്കുകയും പിന്നിലൂടെ ഒരു വാതിൽ കൂടുതൽ നിർമ്മിച്ചത് അത് പൊളിച്ചു കളഞ്ഞിട്ട് അതങ്ങ് ഒഴിവാക്കുകയും പിന്നെ മറ്റുമൊക്കെ അവര് ഹജ്ജാജ് ബിൻ യൂസുഫ് അവിടുന്ന് ചെയ്തു. ഹാരിസ് ബിൻ അബി അബ്ദുൽ മഅസൂമി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ ആ ഒരു ഹദീസിനെ കുറിച്ച് പറഞ്ഞപ്പോ അവരത് നിസ്സാരമായിട്ട് തള്ളുകയും ഞാൻ ഇബ്നു സുബൈറിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും ഒഴിവാക്കിയിട്ട് ഞങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന ആ രൂപത്തിൽ ഞങ്ങൾ കഅബാലയം കൊണ്ടുവരികയാണ്. ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു നിർമ്മാണ പ്രവർത്തനവും ഇനി ഇവിടെ ആവശ്യമില്ല, അല്ലെങ്കിൽ അതിന്റെ ഒരു അസർ പോലും ഇവിടെ വേണ്ടതില്ല എന്ന് ഹജ്ജാജ് ബിൻ യൂസുഫ് അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയും അങ്ങനെ കഅബാലയം രണ്ടാമതും പിന്നെ നേരത്തെ ഖുറൈശികൾ നിർമ്മിച്ച ആ രൂപത്തിൽ ഹജ്ജാജ് ബിൻ യൂസുഫ് നിർമ്മിക്കുകയും ചെയ്തു. പിന്നെ റുക്നൈനി അതേപോലെ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു നിർമ്മിച്ച രണ്ടാമത്തെ വാതില് അടച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഏകദേശം ഇപ്പോൾ കഅബാലയം പൂർണ്ണമായിട്ടും പൊളിച്ച് പുനർനിർമ്മാണം നടത്തുന്നത് 5ാമത്തെ തവണയാണ് ഈ പൂർണ്ണമായിട്ടുള്ള കഅബാലയത്തിന്റെ പുനർനിർമ്മാണം നടക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ആ സമയത്ത് മറ്റൊരു കാര്യം കൂടി അവിടെ സംഭവിക്കുന്നുണ്ട്. ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഹിജാസിന്റെ ഭരണാധികാരി ആയിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. അങ്ങനെ കഅബാലയത്തിലേക്ക് മുഅ്മിനുകളായ ആളുകൾ ഇസ്ലാമിന്റെ വ്യാപനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരുകയും കഅബാലയത്തിലേക്ക് ഹജ്ജ് ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുഅ്മിനുകളായ ആളുകൾ കഅബാലയത്തിലേക്ക് വരികയും ചെയ്തു. കഅബാലയത്തിലേക്ക് കടന്നു വരുമ്പോ അന്നത്തെ ആ സമയത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു വലിയ ആബിദും സാഹിദുമായിട്ടാണ് അവർക്ക് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നത്. എപ്പോഴും തവാഫും നിസ്കാരവും ഒക്കെ ആയി കഴിച്ചുകൂട്ടി. അപ്പോ ഈ വരുന്ന ആളുകൾ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ആവട്ടെ അന്ന് ഹിജാസിന്റെ ഭരണാധികാരിയായി സ്വയം പ്രഖ്യാപിച്ചു നിൽക്കുകയും ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മസ്ജിദുൽ ഹറാമിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ കഅബാലയത്തിന്റെ അടുത്തേക്ക് ഇബാദത്തിന് വേണ്ടിയും ഹജ്ജിന് വേണ്ടിയും കടന്നു വരുന്ന ആളുകൾ അവര് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം കാണുകയും അന്നത്തെ അമവിയ ഭരണാധികാരികളുടെ ജീവിതവും ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതവും തമ്മിൽ അവര് താരതമ്യം ചെയ്യുകയും ഹജ്ജിനും ഉംറയ്ക്കും വരുന്നവര് മടങ്ങിപ്പോവാതെ അവര് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ അനുയായികളായിട്ട് കഴിഞ്ഞുകൂടുകയും ചെയ്യുന്ന ഒരവസ്ഥ അതിന്റെ ഇടയിൽ വന്നിട്ടുണ്ട്.
ഇങ്ങനെ ഈ ഒരു അവസ്ഥ വന്നപ്പോ സ്വാഭാവികമായും പെട്ടെന്ന് മർവാൻ ബിനുൽ ഹക്കം എന്ന അന്നത്തെ അമവിയ ഭരണാധികാരിക്ക് വലിയ രൂപത്തിലുള്ള ഒരു വല്ലാത്ത ഒരു, കാരണം ഇസ്ലാമിന്റെ അള്ളാഹുവിന്റെ സാത്വികരായി ജീവിക്കുന്ന ആ ഒരു പണ്ഡിതന്മാരായി ജീവിക്കുന്ന ആളുകളെ പെട്ടെന്ന് എതിർക്കുക, അല്ലെങ്കിൽ എതിർക്കാൻ ഒരു മാർഗമില്ലാതെ മർവാൻ ബിനുൽ ഹക്കം എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ വല്ലാതെ ക്ഷുഭിതനായ ഒരവസ്ഥയിൽ ഈ ഒരു കാര്യം തടയാനാണെങ്കിൽ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ഈ സമയത്ത് അദ്ദേഹം അവിടെ കണ്ട അദ്ദേഹം അതിനു മുമ്പ് കണ്ട ഒരു പരിഹാര മാർഗം, അവിടെ മസ്ജിദുൽ അഖ്സയിൽ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിഅ്റാജിന്റെ അവസാന ഘട്ടത്തിൽ ഏറ്റവും അവസാന സമയത്ത് ആകാശത്തിലേക്ക് ഉയർന്നു പോകുന്ന സമയത്ത് നിബിതങ്ങളെ ചവിട്ടിയ ഒരു പാറപ്പുറത്ത് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിന്റെ അടയാളമുള്ള അവിടെ ഖുബ്ബത്തു സഹ്റാ എന്ന രൂപത്തിൽ ഒരു കുബ്ബ നിർമ്മിക്കുകയാണ് ഈ മർവാൻ ബിനുൽ ഹക്കം ആ സമയത്ത് കാണുന്നത്. താരീഖുൽ യാക്കൂബിയൊക്കെ ഈ വിഷയം പറയുന്നുണ്ട്. അങ്ങനെ ഈ അവിടെ ഒരു ഖുബ്ബത്തു സഹ്റാ നിർമ്മിക്കുകയും ആളുകളോടൊക്കെ അതിനകത്തേക്ക് പോയിട്ട് അവിടെ തവാഫ് ചെയ്യാനും അവിടെ പോയിട്ട് അത് തവാഫ് ചെയ്തിട്ട് അവിടെ ഹജ്ജ് ചെയ്യാനും ആ ഹജ്ജിന്റെ അമലുകളൊക്കെ അവിടെ നിന്ന് നിർവഹിക്കാനും വേണ്ടി ഷാമുകാരായ അന്നത്തെ ആളുകളോട് അദ്ദേഹം ഹജ്ജിൽ നിന്ന് തടയുകയും അവിടെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പറയുകയും ചെയ്തു. അങ്ങനെ തടയാൻ പ്രത്യേക കാരണമുണ്ട്. ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു വരുന്ന ആളുകളെ കൊണ്ട് കഅബാലയത്തിന്റെ അടുത്തേക്ക് വരുന്ന ആളുകളെ കൊണ്ട് ബൈഅത്ത് ചെയ്യുകയും ആ ഹജ്ജിനായിട്ട് വരുന്ന ആളുകളെ മക്കയിൽ താമസിപ്പിക്കുകയും തിരിച്ചു പോകുന്നത് അവര് ഇല്ലാതെ ആവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇതിങ്ങനെ വ്യാപിക്കുകയാണ് എങ്കിൽ തന്റെ അധികാര പരിധിക്ക് വലിയ ഭവിഷ്യത്ത് ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയാണ് മർവാൻ ബിനുൽ ഹക്കം അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ആ ഒരു കാര്യം മർവാൻ ബിനുൽ ഹക്കം ഇങ്ങനെ ചെയ്തപ്പോൾ തീർച്ചയായും അതിനോട് അന്നത്തെ ജനങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഈ ജനങ്ങളോട് ഈ മർവാൻ ബിനുൽ ഹക്കമിനോട് ഹജ്ജിന് പോവാനുള്ള സൗകര്യം ഉണ്ടാക്കിത്തരാൻ അവര് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷെ ഈ മർവാൻ ബിനുൽ ഹക്കം അന്ന് അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത ഒരു ഹദീസ്, അന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തശ്ദു റിഹാല ഇലാ സലാസത്തി മസാജിദ് അൽ മസ്ജിദുൽ ഹറാം അൽ മസ്ജിദുൻ നബവി മസ്ജിദ് ബൈത്തുൽ മുഖദ്ദസ്, ഇങ്ങനെ 3 പള്ളികളിലേക്കാണ് നബിതങ്ങള് യാത്ര ചെയ്യാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം അതിന് പറഞ്ഞത് മസ്ജിദുൽ ബൈത്തുൽ മുഖദ്ദസ് വഹുവ യഖൂമു ലക്കും മഖാമൽ മസ്ജിദുൽ ഹറാം, ഈ മസ്ജിദുൽ ഹറാമിന്റെ സ്ഥാനത്താണ് നിങ്ങൾക്ക് ഈ മസ്ജിദുൽ മുഖദ്ദസ് ബൈത്തുൽ മുഖദ്ദസ് ഉള്ളത്. അതുകൊണ്ട് അവിടേക്ക് പോയിട്ട് നിങ്ങൾ അവിടെ നിന്ന് തവാഫും സഅയും ഒക്കെ ചെയ്താൽ മതി എന്ന് ജനങ്ങളോട് ഈ സമയത്ത് മർവാൻ ബിനുൽ ഹക്കം പറയുകയും മറ്റുമൊക്കെ ചെയ്തു. ഹിജറ 72 ഈ സംഭവം ഉണ്ടാവുന്നത്. ഖുബ്ബത്തു സഹ്റാ എന്ന് പറയുന്ന ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു കാൽപാദമുള്ള സ്ഥലത്ത് ഒരു കുബ്ബ ഉണ്ടാക്കുന്നത് ഖലീഫ മർവാൻ ബിനുൽ ഹക്കം ഹിജറ 72 അതിനുശേഷം 73 കഴിഞ്ഞിട്ട് അവസാന കാലഘട്ടത്തിലാണ് ഹജ്ജാജ് ബിൻ യൂസുഫിനെയും മറ്റും ഈ ഹജ്ജാജ് ബിൻ യൂസുഫ് അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുകയും മറ്റുമൊക്കെ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ സമയത്താണ്. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു പള്ളിക്ക് ചുമരുകൾ വെച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതേപോലെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മസ്ജിദുൽ ഹറാമിന്റെ അടുത്തുള്ള കെട്ടിടങ്ങളൊക്കെ പൊളിക്കുകയും മസ്ജിദുൽ ഹറാം വീണ്ടും വിശാലമാക്കുകയും ചെയ്തു. ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു 10,000-ലധികം ദിനാറ് കൊടുത്തിട്ട് ആ മസ്ജിദുൽ ഹറാമിനെ പിന്നീടും വളരെ വികസിപ്പിക്കുകയുണ്ടായി. അതിന്റെ ചുറ്റുഭാഗത്തുണ്ടായിരുന്ന വീടുകളൊക്കെ വില കൊടുത്ത് വാങ്ങുകയും എന്നിട്ട് അതിനെ വികസിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല ഈ കഅബാലയത്തിന്റെ ഉള്ളിൽ മാർബിളിന്റെ തൂണുകൾ വെച്ചു. അതേപോലെ ഈ മർവാൻ ബിനുൽ ഹക്കം അവിടെ നിന്ന് ചെയ്തത് പള്ളിയുടെ ചുമരുകൾ അല്പം ഉയർത്തുകയും പ്രത്യേക വിരുത്ത് വരുത്തുകയും അതേപോലെ തേക്ക് കൊണ്ടുള്ള മച്ച് നിർമ്മിക്കുകയും ചെയ്തു. അതുപോലെ വലീദ് ബിൻ അബ്ദുൽ മലിക് അധികാരത്തിലെത്തിയപ്പോൾ
ഖാലിദ് ബിൻ അബ്ദുല്ലാഹിൽ ഖസ്രി എന്ന ആളെ 36,000 ദിനാറ് കൊടുത്തയച്ചിട്ട് കഅബാലയത്തിന്റെ ചുറ്റുഭാഗങ്ങളിൽ വളരെ ഭംഗി കൂട്ടാനും അതിന്റെ വിശാലത ഒന്നുകൂടി വർദ്ധിപ്പിക്കാനും മറ്റുമൊക്കെ സാമ്പത്തികമായിട്ട് അവിടെ നിന്ന് വലിയ സഹായങ്ങളൊക്കെ ചെയ്തു. കഅബാലയത്തിന്റെ വാതിലിലും അതേപോലെ മീസാബിലൊക്കെ അതുപോലെ കഅബാലയത്തിന്റെ ഉള്ളിലുള്ള തൂണുകളിലൊക്കെ തൂണിലും അതേപോലെ കഅബന്റെ മൂലയിലൊക്കെ സ്വർണം പൂശുന്ന ഒരു കാര്യം ചെയ്തത് ബഹുമാനപ്പെട്ട വലീദ് ബിൻ അബ്ദുൽ മലിക് എന്ന ഖലീഫയുടെ കാലഘട്ടത്തിലായിരുന്നു. അതേപോലെ കഅബാലയത്തിന് ആദ്യമായിട്ട് സ്വർണം അണിയിച്ചവർ എന്നുള്ള ഒരു പേര് അതുകൊണ്ട് തന്നെ വലീദ് ബിൻ അബ്ദുൽ മലിക്കിന് നേടുകയുണ്ടാവും. കഅബാലയത്തിന് ആദ്യമായിട്ട് സ്വർണം അണിയിച്ച ആള് എന്ന പേര് ഖലീഫ വലീദ് ബിൻ അബ്ദുൽ മലിക്കിനാണ് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹമാണ് സ്വർണപാത്തി ഉണ്ടാക്കിയതും മറ്റുമൊക്കെ ചെയ്തത്. കഅബാലയത്തിന്റെ ഉള്ളിൽ മാർബിള് പതിക്കുക, വെള്ളയും പച്ചയും കളറിലുള്ള മാർബിള് പതിക്കാൻ വേണ്ടി കൽപ്പിച്ചതും അദ്ദേഹമാണ്. അതേപോലെ കഅബാലയത്തിന്റെ ചുമരുകളിലും ഉൾഭാഗത്ത് കഅബാലയത്തിന്റെ ചുമരുകളിലും മാർബിൾ പതിപ്പിച്ചത് അദ്ദേഹമാണ്. മസ്ജിദുൽ ഹറാം വളരെ വിശാലമാക്കി വികസിപ്പിച്ചു. ഹറമിലേക്കുള്ള മാർബിളുകളും കല്ലുകളും മറ്റുമൊക്കെ കൊണ്ടുവന്നത് അന്ന് ഷാമിൽ നിന്നായിരുന്നു. വളരെ ഭംഗിയായ രൂപത്തിൽ ഈ ഖലീഫ വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ രൂപത്തിൽ പരിശുദ്ധ കഅബാലയം അബ്ദുൽ മലിക്കിന്റെ കാലഘട്ടത്തിൽ പരിശുദ്ധ കഅബാലയം വളരെ ഭംഗിയായിട്ട് വികസിപ്പിക്കുകയും മറ്റുമൊക്കെ ചെയ്തു. പിന്നീട് ഇസ്ലാമിന്റെ ഭരണാധികാരം നടത്തുന്നത് അബ്ബാസിയ ഖലീഫമാരുടെ കാലഘട്ടങ്ങളിലാണ്. അബ്ബാസിയ ഖലീഫമാരുടെ കാലഘട്ടങ്ങളിൽ മസ്ജിദുൽ ഹറാമിന് അല്പം കൂടി പ്രവിശാലത ഉണ്ടാവുകയും വളരെ ഭംഗിയായ രൂപത്തിൽ ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ അബ്ബാസി ഭരണാധികാരികൾ മസ്ജിദുൽ ഹറാമിനും മസ്ജിദുൽ നബവിക്കും ഉണ്ടാക്കി തീർക്കുകയും ചെയ്തു. ഇൻഷാ അള്ളാഹ് സാന്ദർഭികമായി നമുക്ക് മറ്റൊരു അവസരത്തിൽ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ കഅബാലയത്തെ കുറിച്ച് കൂടുതൽ അറിയാനും കൂടുതൽ പഠിക്കാനും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. കഅബാലയത്തിന്റെ ഓരോ മൂലയ്ക്കുമുള്ള ബഹുമാനങ്ങളെ കുറിച്ച് പഠിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി അവിടെ കഅബാലയത്തിൽ ചെന്ന് ആ ഒരു നേട്ടം അതൊക്കെ നേടിയെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളെയൊക്കെ പ്രിയപ്പെട്ട